മൂന്നാമത്തെ ഉത്സവം, അതായത് മൂന്നാമത്തെ ഘട്ടം ഈ ഭൂതഗണങ്ങളുടെ അതെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പ്രശ്നം അവിടെ ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ഇല്ല. അപ്പോൾ അവിടെ കൂടുതലും ഗൂഢപൂജകളാണ്. ഈ നല്ലൂരാൻ എഴുന്നള്ളിക്കുന്ന കലശങ്ങളെ കലശാട്ടിനാടാൻ വേണ്ടിയിട്ട് കലമണ്ഡപത്തിൽ വെച്ച് കലശപൂജകളും അന്ന് ഇതേപോലെയുള്ള ദൈനംദിന ചടങ്ങുകളുണ്ട്. ഇപ്പം രാവിലെ 36 കൂടെ അഭിഷേകം, പിന്നെ ഉഷപൂജ, ശിവേലി, പന്തീരടി ശിവേലി, രാത്രി അത്താഴ ശിവേലി, ശ്രീഭൂതബലി ചടങ്ങ്. പക്ഷേ ഇതിനിടയിൽ ഈ കലപൂജ എന്ന് പറയുന്ന ഗൂഢപൂജ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആണുങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശിച്ചു. അപ്പോൾ ഉത്സവ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഉത്സവ ചായ്വുകളെയും മറ്റ് വാദ്യങ്ങളൊക്കെ മാറുകയും പാണി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ശിവേലിക്കാണെങ്കിലും. പിന്നെ ആന പിന്മാറുന്നുണ്ട്, സ്ത്രീകൾ പിന്മാറുന്നുണ്ട്, അലങ്കാരങ്ങളെല്ലാം മാറുന്നുണ്ട്, ദേവന അലങ്കാരങ്ങളുണ്ട്. പിന്നെ അന്ന് കൂട്ടാരാധനകൾ ആ സമയത്ത് ഒരു ഇതുണ്ട്, വലിയ വട്ടളം പായസത്വം ചതുശതത്തിന് നിവേദിക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് ഭണ്ഡാരം എഴുന്നള്ളിക്ക് ഉത്സവ അന്തരീക്ഷം മാറുന്നെന്നാണ് അവർ പറഞ്ഞു തന്നത്. എൻ്റെ ഒരു പ്രശ്നം, ഞാൻ അവിടെ പ്രവേശിക്കാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്കതിൽ പരിമിതികളുണ്ട്.